അതായത് കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ രാജ് വധക്കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. ഇപ്പോൾ ഷാരോണിന്റെ കുടുംബം പ്രതികരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, പക്ഷേ അമ്മയെ വെറുതെ വിടുന്ന തരത്തിലുള്ള വെറുതെ ഇവളെ കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു. ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് അവിടെ അമ്മയും കുറ്റക്കാരിയല്ലേ, പിന്നെ എന്തിനു വെറുതെ വിട്ടത്? അവിടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്ന തെളിവുകൾ ഇല്ലാത്തതാണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞതാ. അവളെ ശിക്ഷിക്കും എന്നുള്ള അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. തെളിവില്ലെന്നാണോ ഇപ്പോ കോടതി വിധിയിൽ പറയുന്നത്? അതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നാണ് വിധിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ അമ്മയില്ലേ സിന്ധുകുമാരി, അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്ക് ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. 3 പേരും ഞങ്ങൾ നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും. ഹൈക്കോടതി പോകാൻ പറ്റൂല്ലോ. നാളെ ഹൈക്കോടതി ഇവിടുത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും. കോടതി ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. അതിന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മയെ ചെയ്തുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. അത് ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. കേട്ടില്ല. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി 2ാം പ്രതിക്കും 3ാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പൊ അതില് 2ാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. 3ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം 1ാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി ഈ കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വാദം നാളെയാണ്. വിധി വന്നല്ലോ. അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി. ഇത് അപൂർവമായ കേസായിട്ട് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഒരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഈ 3ാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത്? 3ാം പ്രതിക്ക് എതിരായിട്ട് 7 വർഷം വരെ അങ്ങേറ്റം ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഈ അമ്മ ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു, തെളിവ് നശിപ്പിച്ചിരുന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന. അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ, കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ട് എടുക്കില്ല. അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ സമയത്ത് അഡീഷണൽ എസ് പി ആയിരുന്ന സുൽഫിക്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ ഈ വിധിന്യായത്തിൽ തൃപ്തനാണോ?
വിജയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ്, നമ്മുടെ ടീം അംഗങ്ങളായ ശ്രീ ജോൺസൺ, ജാസിത്ത്, കേസ് എഴുതിയ ഷാജഹാൻ, അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിൻലാൽ തുടങ്ങിയ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശില്പ മാഡത്തിന്റെ ഈ കേസിന്റെ മേൽനോട്ടത്തിനെ കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ടായി. ഈ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടൊരു സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നത്? രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനായിട്ടില്ല. അല്ല, കൃത്യമായ തെളിവുകൾ കൊടുത്തിരുന്നില്ല അന്വേഷണ തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനം വന്നത്. ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഉദ്യോഗസ്ഥ KJ ജോൺസണൊപ്പം ചേരുകയാണ്. താങ്കളിപ്പോൾ കാസർഗോഡാണ് ഉള്ളത്. അവിടുന്ന് ഈ വിധിന്യായം കേൾക്കാനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പ്രതീക്ഷിച്ച പോലെയാണോ വിധി വന്നേ? അതെ, ഇത് ഞാനിപ്പോൾ കാസർഗോഡ് DC ആണ്. ഈ വിധിന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട്. 3 പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം പ്രതിയെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ SP ആയിരുന്ന ഇപ്പം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡത്തിൻ്റെയും അതുപോലെ സുൽഫിക്കർ സാറ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത്, മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ, അതുപോലെ സതീഷ്, ഷിനിലാൽ തുടങ്ങിയ ടീമംഗങ്ങൾ ഇതിൽ ഈ കേസിന്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും എന്നാണ്. ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തത് DYSP റാസിത്താണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര പേജുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത്? ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് താങ്കൾ എന്താണ് പറയുക? ഈ കേസിലെ 3 പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത്. അതിൽ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിന്റെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയുണ്ടായത്. അത് കോടതി തെളിവ് വിലയിരുത്തിയതിൽ ഉണ്ടായ വിധിന്യായമാണ്. മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു പ്രധാനമായിട്ടും. അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്ത് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് ഇതിൽ കേരളത്തിലാണ് ഇതിന്റെ സംഭവം നടന്നത്, കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത്. ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം എന്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസണാണ്. അതിനുശേഷം സുൽഫിക്കർ സാർ അന്വേഷിച്ചു. തുടർന്ന് ഞാനാണ് കേസിന്റെ അന്വേഷണം നടത്തി. പിന്നെ ഏകദേശം 1 വർഷത്തോളം ആ പെൺകുട്ടിയുടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോവുകയും ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് കസ്റ്റഡി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് ട്രയൽ നടത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ള തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ SI ഷാജഹാൻ, അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ, സതീശൻ, ഷിൻലാൽ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ പാറശാല CA സജികുമാർ, ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ്. അതിനുള്ള ഞാൻ ചാർജ് കൊടുത്തതിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നാളെ ശിക്ഷാ വിധിക്കുവാനുള്ള അന്തിമ വാദമാണ്. എന്താണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിക്കുന്നത്? പ്രോസിക്യൂഷന്റെ കാരണം ഇതിലെ തെളിവുകൾ ഇപ്പോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രീ രാസിത്ത് പറഞ്ഞതുപോലെ വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കാപ്പിക്ക് വിഷം കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിന്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോൺസന്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിക്കറിന്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസിത്തിന്റെയും. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ SI ഷാജഹാനും ഒക്കെ ഇതിനകത്ത്, അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല CI സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം, ഒരു ഇൻവെസ്റ്റിഗേഷൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ, കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല. കാരണം 14/10/2022 ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം 10:30 മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 20 മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല. പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ചനിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റിജിൻ കാണുന്നത്. അതിനുശേഷമുണ്ടായ കാര്യവും റിജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് എവിഡൻസുകളുമൊക്കെ കൂടുതൽ വരുന്ന നാളെ ഇത് വിധി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. താങ്ക് യു.